പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും പോലീസിനും രൂക്ഷ വിമർശനം. നവീൻ ബാബു വിഷയവും ചർച്ചയായി. പോലീസ് സ്റ്റേഷനിൽ CPM കാരനാണെങ്കിൽ ലോക്കപ്പ് ഉറപ്പാണെന്നും BJP കാരനാണെങ്കിൽ തലോടൽ ലഭിക്കുമെന്നുമായിരുന്നു വിമർശനം. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകർക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. G. സുധാകരനെ നിയന്ത്രിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ശ്രദ്ധ കിട്ടാൻ G. സുധാകരൻ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നു. അത് പാർട്ടിക്ക് ദോഷകരമാകുന്നുവെന്നാണ് വിമർശനം. BJP-യിൽ നിന്ന് വരുന്നവരെ പശ്ചാത്തലം നോക്കാതെ പാർട്ടിയിലെടുക്കുന്നത് അപകടകരമാണ്. ജില്ലാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റുന്നു. EP ജയരാജനെതിരെയും വിമർശനമുയർന്നു. EP ജാവേദ്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലാൽ നന്ദകുമാറുമായി EP-ക്ക് എന്തു ബന്ധമെന്ന് പ്രതിനിധികൾ ചോദിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലടിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ ചാനൽ വാർത്തയായെന്നും വിമർശനമുയർന്നു. വാർത്ത ചോർത്തിയവരെ കണ്ടെത്താൻ കവടി നിരത്തേണ്ടതുണ്ടെന്നും പ്രതിനിധികൾ തുറന്നടിച്ചു. സമ്മേളനത്തിൽ നവീൻ ബാബു വിഷയത്തിൽ CI2 സംസ്ഥാന സമിതി അംഗവും CPM നേതാവുമായ മലയാലപ്പുഴ മോഹനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശനവുമായി രംഗത്ത് വന്നു. നവീൻ ബാബു വിഷയത്തിൽ നിലപാട് പറയാൻ മലയാലപ്പുഴ മോഹനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരുന്നില്ല. പാർട്ടി മേൽവിലാസം ഉപയോഗിച്ച മലയാലപ്പുഴ മോഹനൻ ശുദ്ധ അസംബന്ധം പറഞ്ഞു. മലയാലപ്പുഴ മോഹനൻ CPI ആണെന്ന് താൻ ആദ്യം കരുതിയത്, പിന്നീടാണ് CPM ആണെന്ന് അറിഞ്ഞത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പം തന്നെയാണ് പാർട്ടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ ജില്ലാ സമ്മേളന പ്രതിനിധികളിൽ ചിലരും മലയാലപ്പുഴ മോഹനെ വിമർശിച്ചിരുന്നു. പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾക്ക് രണ്ട് നിലപാടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും നവീൻ ബാബു വിഷയത്തിൽ ചിലർ വക്താക്കളായി ചമഞ്ഞുവെന്നുമായിരുന്നു വിമർശനം. പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ കൊടുമൺ ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് വിമർശനം ഉയർന്നത്. നവീൻ ബാബു വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയുടേത് നല്ല നിലപാടായിരുന്നുവെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി.